എവിടെ ചെന്നാലും അക്രമങ്ങളോ. എന്നതായാലും എന്റെ ജീവിതം നായ നക്കിപ്പോയി. ഇനി ആരുടെ ജീവിതം എന്റേതുപോലെ ആകരുത്. ആ ഒരു നല്ല കാര്യം കൂടി ചെയ്തിട്ട് സെമിത്തേരി പോയാലും വേണ്ടിയില്ല. സ്ത്രീകൾക്കെതിരെ അതിക്രമമാണ്. ചൂതിൽ തോറ്റവരുടെ സർവ്വ സ്വത്തുക്കളും ഇപ്പോൾ ഞങ്ങളുടേതാണ്. അതിൽ പരാജിതരുടെ സഹധർമ്മിണിയും പെടും. എനക്ക് ഇല്ലയോടാ അമ്മയും പെങ്ങളും. എന്തായി കാണിക്കുന്നേ? റിഹേഴ്സൽ സ്ഥലത്ത് വന്ന് അക്രമം കാണിക്കേ. എന്റെ കർത്താവേ, ക്ഷമിക്കണം. റിഹേഴ്സൽ ആയിരുന്നോ? ഞാൻ കരുതി നിങ്ങൾ ബോറന്മാർ ഒത്തുകൂടുന്ന സ്ഥലമല്ലയോ, എന്തെങ്കിലും അതിക്രമങ്ങൾ നടക്കുക. ഇയാള് ചത്തുപോയിരുന്നെങ്കിലോ? അയ്യോ ക്ഷമിക്കണം, ഒരു കലാകാരനല്ലേ. എന്തെങ്കിലും കിട്ടാവുന്ന ഒരു ഇരിട്ടടിയുടെ റിഹേഴ്സൽ ആണെന്ന് കരുതിയാ മതി. റിഹേഴ്സൽ ഇതാണ് അടിയെങ്കിൽ എന്തായിരിക്കും അരങ്ങേറുന്ന സ്ഥിതി? ഞാൻ ഈ പണിക്കില്ല. കലാകാര ഒരഭിനയ പ്രതിഭക്ക് ഗൾഫിലേക്ക് വിസ. അവൻ അവന്റെ പാട്ടിന് പോയി. എന്നിട്ട് പകരം ഒരുത്തനെ പെടാ പാടുപെട്ട് തട്ടേക്കറ്റാൻ ശ്രമിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ എന്തിനാ പൊള്ളേട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടോ കൊട്ടിയമ്പലോ, കോവിലകം. അത് തന്നെ. എന്നെ സെമിത്തേരിയിലേക്ക് കെട്ടിയെടുക്കാൻ നേരമായി എന്ന് പറയാൻ വന്നതാ ഞാൻ. എവിടെയോ തന്റെ ശില്പന്തി സുധീന്ദ്രൻ. അവനെ ഞാൻ വേറൊരു വഴിക്ക് അയച്ചിരിക്കുക. വിഷ്ണുമംഗലത്തെ വീട് ഞാൻ വാങ്ങിച്ചിരിക്കുക. അവിടെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. അവന് അവിടെ കുറച്ച് പണിയുണ്ട്. അവനെ കിട്ടിയാൽ എനിക്ക് കുറച്ചേറെ പണിയുണ്ട്. എടോ, താൻ ആ കുട്ടിക്കൊരക്കനെ കൊണ്ട് ചുടിയോറ് മുതൽ പഴഞ്ചോറ് വരെ വാരി ചൂണ്ടുന്ന ആളല്ലയോ? അവൻ എനിക്ക് തരാനുള്ള കാശിന് കണ്ടവരുടെ തട്ടുമ്പോൾ എഴുതി തരുമ്പോ താൻ വിട്ടില്ലയോ മുദ്രക്കടലാസിലൊരൊപ്പ്? അറിഞ്ഞും കൊണ്ട് പറ്റിക്കായിരുന്നില്ലയോ? ഇക്കണക്കിന് റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും സെക്രട്ടേറിയറ്റും ഒക്കെ ഓരോരുത്തർക്ക് എഴുതി കൊടുത്ത് കാശ് വാങ്ങുമല്ലോ ബോസും എഡിസിയും കൂടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കർത്താവിന്റെ ഭൂമി കടത്തി പൊറപ്പിക്കാലാ ഫ്രാഡിനെ ഞാൻ. ഇന്ന് അബദ്ധത്തിലടിച്ചു. ഇനി ഒരുങ്ങി വന്ന് സർവെണ്ണത്തിനെ അടിക്കും തലയ്ക്ക്. പാഞ്ചാലി അല്ല, എല്ലാവരും കരയും. എനിക്ക് പ്രാന്താവില്ലല്ലോ കർത്താവ്. ഇതിൽ കൂടുതൽ ഇനി എന്താവാൻ? എന്താ വരട്ടെ കലാകാരി. അയ്യോ ഇവളോ ചിന്ന വേല ഇന്ന മുടിയല്ലയാ. എന്നാ അണ്ണാ ചെയ്ത് ഇതൊക്കെ ഇന്നലെ തീർക്കേണ്ടതായിരുന്നില്ലേ? ഇന്നക്ക് വേല മുടിയും മുതലാളി. ഇന്നക്ക് മുടിക്കണം, ഇല്ലെങ്കിൽ മുതലാളി മുടിയും. മുതലാളിയാ ഇതാ. നമുക്കൊക്കെ സ്വന്തമായിട്ട് ഈ ഒരു പണിയെങ്കിലും ഉണ്ട്. എന്നാ സ്വന്തമായിട്ട് ഒരു പണിയില്ലാത്ത ആളാ അണ്ണാച്ചി ഇത്. ചില ഇരപ്പന്മാർക്ക് അങ്ങനെ തോന്നും. ഉവ്വ് വേണമെങ്കിൽ കോവിലക മുതലാളിയുടെ പകരക്കാരനാണെന്നും ചില ഇരപ്പന്മാര് ഇങ്ങനെയും പറയും. അല്ല, ഈ കണ്ണട ആരുടെയാ? എംജിആറിന്റെയാ? എംജിആറിന്റെ അല്ല, കാമരാജിന്റെ. കടപ്പുറത്ത് മണലിറക്കല്ലേ വേലവപ്പ. പുതിയ ഓണറും കുടുംബം ഉടനെ എത്തും. പണിയിറക്കട്ടോ. സുധിയേട്ടാ, കോവിലം സാറിന്റെ ഫോൺ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹലോ, എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാ